അശ്വന്ത് ഗോക്കിനെതിരെ ആഞ്ഞടിച്ച് നടൻ അനീഷ് ഗോപാലൻ. അനീഷ് ഗോപാലൻ എന്ന് പറയുന്ന നടനെ കുറിച്ച് പറയാനാണെങ്കിൽ സെക്കൻഡ് ഷോ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ ദുൽഖർ സൽമാനൊപ്പം അഭിനയത്തിലേക്ക് പ്രവേശിച്ചു വന്ന ഒരു നടനാണ്. പിന്നീട് പല ചിത്രങ്ങളിൽ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു യെല്ലോ ടൂത്ത് എന്ന് പറയുന്ന ആ ഒരു അഡ്വർടൈസിങ് ഏജൻസി ഉണ്ട്, അതൊക്കെ നടത്തുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇപ്പം അശ്വന്ത് ഗോക്കിനെതിരെ സംസാരിച്ചിരിക്കുകയാണ്. എന്താണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ റിവ്യൂ നടത്തുമ്പോൾ, അതായത് നിരൂപണം നടത്തുന്ന സമയത്ത് വ്യക്തിഹത്യ നടത്തുന്നു എന്നാണ് അശ്വന്തിനെതിരെ അനീഷ് ഗോപാലൻ നടത്തിയിരിക്കുന്ന ആരോപണം. ശരിയാണ്, പല സമയങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സിനിമാ നിരൂപണത്തിനപ്പുറം വ്യക്തികളെ കേന്ദ്രീകരിച്ച് അശ്വന്ത് നടത്തുന്ന ആക്രമണം പലപ്പോഴും അതൊരു എന്താ പറയുക, ആ സീനിൽ അഭിനയിച്ച നടനോ ആ വ്യക്തിക്കോ അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങൾക്ക് അനുസൃതമായിട്ട് ഓരോ ആളുകളും അഭിനയിക്കുമ്പോൾ അത് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് അവസാനം ഡിസൈഡ് ചെയ്യുന്നത് സംവിധായകനാണ്. പക്ഷേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ അശ്വന്ത് ഗോക്കിനോടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, റിവ്യൂ പറയുമ്പോൾ നീ വെള്ളടിച്ചിട്ടാണ് പറഞ്ഞത്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ പറയാം. ഈ സിനിമ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം റോഹൻ നല്ലവര് അല്ലേ, റോഹൻ നന്നായിട്ട് ചെയ്തു, അല്ലെങ്കിൽ റോഹൻ ആ റോളിന് ആപ്റ്റ് അല്ലായിരുന്നു, അങ്ങനെ പറയാം. ഓക്കെ, അതായത് ആ ക്യാരക്ടറിലോട്ടോ അല്ലെങ്കിൽ സിനിമയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലിപ്പം എന്താ ഛായാഗ്രഹണം നല്ലായിരുന്നു, പിന്നെ അല്ലെങ്കിൽ ഈ അതിലെ മ്യൂസിക് നല്ലായിരുന്നു. ഇപ്പൊ ഇതിൽ നല്ല മ്യൂസിക് ആണ്. ഓക്കെ, ഞാൻ സിനിമ ഭയങ്കര സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ റിവ്യൂ എന്ന് പറയുന്നത് വ്യക്തിഹത്യ ചെയ്യുന്നതിലേക്ക് മാറി. എനിക്കത് പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം ഇവർക്ക് എന്റർടൈൻമെന്റ്, അതായത് യൂട്യൂബിലൂടെ നല്ല വരുമാനം കിട്ടും. ഈ യൂട്യൂബിൽ നിന്ന് എപ്പോൾ ഏൺ ചെയ്യാൻ തുടങ്ങിയോ അന്നാണ് ഈ മൊബൈലും മരണ വീട്ടിലേക്ക് വരെ എത്താൻ തുടങ്ങിയത് അല്ലേ, സത്യമല്ലേ? അപ്പൊ ഇതിലൂടെ ഇങ്ങനെ ആൾക്കാരെ കോണ്ടന്റ് ഇല്ല, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വ്യക്തിഹത്യ ചെയ്യരുത്. അനീഷ് ഗോപാൽ നന്നായില്ല എന്ന് പറയാം. ഇതിപ്പോ എന്താണെന്നറിയോ, എനിക്ക് ആ വ്യക്തിനെ പോലെ അറിയുമ്പോൾ ഇല്ല. അനീഷ് ഗോപാൽ ഊള, ധ്രുവൻ മൊണ്ണ, ഇതൊക്കെയാണ് റിവ്യൂ. ഇങ്ങനെ ഇത് ആരാണ് ഇതിന് അധികാരം കൊടുത്തത്? അതായത് അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന സിനിമാ നിരൂപണം നടത്തുന്ന ആളെ കുറിച്ച് നമുക്കറിയാം. സിനിമ കാണാൻ പോകുന്ന ഒരു ഭൂരിഭാഗം ആളുകളും അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ കണ്ടതിന് ശേഷമാണ് പോകുന്നത്. അശ്വന്ത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് ആളുകൾ കാണത്തില്ല. പല സിനിമകളുടെയും എന്താ പറയുന്നത് ഫിനാൻഷ്യൽ, അതായത് ഈ പറയുന്ന ഒരു പ്രോഫിറ്റ് ചിലപ്പോഴൊക്കെ അശ്വന്തിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. കാരണം അശ്വന്ത് മോശമെന്ന് പറഞ്ഞാൽ പിന്നെ തിയേറ്ററിലേക്ക് ആള് പോകത്തില്ല, അവസാനം ആ സിനിമ പടം പൊട്ടിക്കാരും. അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് കേസ് കൊടുത്തതോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ചാനലുകളിൽ ഇരുന്ന് സംസാരിച്ചതോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ അനീഷ് ഗോപാലൻ എന്ന് പറയുന്ന നടൻ അഭിനയിച്ച ഒരു സിനിമയിൽ ആ ഒരു കഥാപാത്രം മോശമാണെങ്കിൽ ആ കഥാപാത്രം ശരിയായില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അശ്വന്ത് കണ്ടം കൊണ്ടും നമ്മൾ ഈ പറയത്തില്ലേ വെട്ടിക്കളയുക എന്ന് പറഞ്ഞ ഒരു നടനെതിരെ ആക്രമണം നടത്തുകയാണ്. ഇത് ഈ നടനെ മാത്രമല്ല, ബാക്കിയുള്ള പല നടന്മാരെയും ഇദ്ദേഹം അശ്വന്ത് കടന്ന് ആക്രമിക്കാറുണ്ട്. അതായത് ഒരു സിനിമ സംവിധായകനാണ് ഒരു സിനിമയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്, ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറയുന്നത് പോലെ ഒരു സംവിധായകനാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഒരു നടൻ ചെയ്ത് അത് എന്താ പറയുക ആ ഫലത്തിലേക്ക് എത്തിയില്ലെങ്കിൽ എത്ര ടേക്ക് വേണമെങ്കിലും പോയി അതിന്റെ കൃത്യം ഉദ്ദേശിച്ച ഒരു സാധനം എടുക്കുന്നത്, ഒരു ഷോട്ട് കറക്റ്റ് ആക്കുന്നത് ഒരു സംവിധായകന്റെ കഴിവാണ്, മിടുക്കാണ്, ചുമതലയാണ്. അവിടെ ആ സംവിധായകൻ ഓക്കെ പറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഷോട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ നടൻ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നീട് സിനിമ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ചിലപ്പം നമ്മൾ കാണാനിരിക്കുന്ന പോലെ ആയിരിക്കുകയില്ല. ചിലപ്പം അതിൻ്റെ അകത്ത് ആ നടൻ അഭിനയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ക്യാരക്ടർ വന്നിരിക്കുന്നു. സിനിമകൾ വിജയിക്കാം, പരാജയപ്പെടാം. പക്ഷേ എന്നിരുന്നാലും കഥാപാത്രങ്ങൾ മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രം മോശമായി എന്ന് പറയണം. പകരം നടനെ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ റിവ്യൂ കണ്ടു പോവാറുള്ള ഒരാളാണത്. അപ്പം ശരിക്കും അങ്ങനെ കാണുന്നവരിൽ കൂടെ ശരിക്കും ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും സിനിമയ്ക്ക് ദോഷം ചെയ്യില്ലേ ഭയങ്കരമായിട്ട്? സിനിമ നല്ലത് ചീത്തത് എന്ന് പറയാനുള്ള അവകാശം ആ ടിക്കറ്റ് എടുത്ത പ്രേക്ഷകനുണ്ട്, അവന് അതിന്റെ അവകാശമുണ്ട്. ഓക്കെ, അതിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തികളെ ബാക്കിൽ, അതായത് ഇപ്പം വേണമെങ്കിൽ ഞാൻ അഭിനയിച്ച കഥാപാത്രം അമർ ഊള, ഭയങ്കര ഊള ക്യാരക്ടറായിരുന്നു. അല്ലെങ്കിൽ അനീഷ് ഗോപാൽ അനീഷ് ഗോപാൽ എന്ന് പറയുമ്പോൾ ഞാനാണ്. റോഹൻ അങ്ങനെ പറഞ്ഞ റോഷൻ എന്ത് പറയും? തനിനിറം എന്നുള്ള പടത്തിൽ റോഹൻ ചേറ്റ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ വന്നിട്ട് അടിക്കില്ലേ? ഉറപ്പല്ല, അത് വ്യക്തിഹത്യല്ല അല്ലേ? ഇതാണ് ഇവൻ ചെയ്യുന്നപ്പോൾ. ഇവൻ എന്റർടൈൻമെന്റിന് വേണ്ടി, കാരണം ഇവനോട് ആരും ചോദിക്കുക, എല്ലാവർക്കും പേടി അവനെ. കാരണം അടുത്ത പടത്തിൽ ഇവൻ എന്നെ അതിനേക്കാളും വലിയ രീതിയിൽ അലക്കൂലേ എന്നുള്ള പേടിയാണ് ഇവന്. കാരണം ഇവൻ മര്യാദയ്ക്ക് റിവ്യൂ വരട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റിവ്യൂറാ, ഒരു പാവമാണ്. ഫോൺ വിളിച്ചാൽ അയ്യോ ചേട്ടാ
ഞാൻ ഫോൺ ചെയ്ത സമയത്ത് അയ്യോ ഞാനേ വൈഫിനോട് പറയണ്ടേ അയ്യോ ഞാൻ അപ്പം അവളൊന്നും മിണ്ടിയില്ല, മക്കളും മിണ്ടിയില്ല. അവൻ പറഞ്ഞ് അല്ല ഞാൻ അങ്ങനെ അച്ഛനെ ഉദ്ദേശിച്ചല്ല കേട്ടോ മക്കളെ, ഞാൻ ആ ക്യാരക്ടറിനെ പറഞ്ഞ്. അപ്പോഴും ഞാൻ അവനോട് പറയണ്ടേ ക്യാരക്ടറിനെ പറയുകയാണെങ്കിൽ അമർ എന്ന് പറഞ്ഞിട്ട് പറയണം. നയന എൽസ എന്ത് ലൈംഗിക ചേഷ്ടല്ലേ അത്, കണ്ടായിരുന്നു നിങ്ങളറിയാം? എന്നിട്ട് ഇത് ചോദിക്കാൻ ഇവിടെ ഒരൊറ്റ മനുഷ്യന്മാരില്ല. വേറെ ഇവിടെ ഉണ്ണി വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഷസാമ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? മൺസൂൺ മാംഗോ എന്ത് വൃത്തിക്കാണ് ഒരു അശ്വന്ത് ഗോക്ക് മദ്യപിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നതെന്ന് വരെയുള്ള ആരോപണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഇപ്പോൾ ഒരു സിനിമയിലെ ഒരു നടൻ തന്നെ വന്നിരിക്കുകയാണ് അശ്വന്തിനെതിരെ വരാത്ത ആളുകളില്ല. പക്ഷേ അശ്വന്ത് ഗോക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുമുണ്ട്. നമുക്കറിയാം ധ്യാൻ ശ്രീനിവാസൻ പച്ചയ്ക്ക് പറയാറുണ്ട് ഇവര് തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ കാര്യവും അല്ലെങ്കിൽ ആ സിനിമാ നിരൂപണത്തിന്റെ കാര്യവും ഒക്കെ. പക്ഷേ എല്ലാ ആളുകളും ഒരുപോലെ എടുക്കണമെന്നില്ലല്ലോ. ഇപ്പോൾ അനീഷ് ഗോപാൽ എന്ന് പറയുന്ന നടനെ എന്താ പറയാ വ്യക്തിഹത്യ ചെയ്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ധ്യാൻ ശ്രീനിവാസനെ എന്തുമാത്രം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണം. ധ്യാൻ അത് അതിൻ്റെതായ രീതിയിലാണ് എടുക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വേറൊരു കാര്യമുള്ളത്, അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ ഓപ്പൺ ആക്കി കാണാതെ ഞാൻ ഉൾപ്പെടെ ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും അശ്വന്തിന്റെ റിവ്യൂ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അശ്വന്തിന്റെ റിവ്യൂവിൽ അശ്വന്ത് വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. ആ സിനിമയുടെ കഥാപാത്രങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ വേഷപ്പകർച്ചകൾ നടത്തുകയും പിന്നീട് ആ സിനിമയെക്കുറിച്ച് പറയുകയും ചെയ്യും. നല്ലതാണെ പുള്ളി നല്ലതാണെന്നുള്ളത് കണ്ടം പൊണ്ടം പറയുക, എന്നാൽ മോശമാണെങ്കിൽ കാടടച്ച് വെടിവെച്ച് പുകച്ചു കളയുന്ന ഒരു അവസ്ഥയാണ്. അതിപ്പം ചിലപ്പോൾ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നത് കൊണ്ടാണോ നടന്മാരെ പോലും പുള്ളി ഈ പറയുമ്പം അത് ചിലർക്ക് അത് എല്ലാവരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതാണ് അതിനകത്ത് ഒരു കാര്യം. എന്താണെങ്കിലും അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും സിനിമാ ചർച്ചകളിൽ കടന്നു വരുന്നുണ്ട്. അതിപ്പം ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ ആണെങ്കിൽ പോലും അല്ലാതെ ഒരു സിനിമയുടെ വിജയ പരാജയങ്ങൾക്കിടയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണെങ്കിൽ പോലും അശ്വന്ത് ഗോക്ക് കടന്നു വരാറുണ്ട്. അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ ഈ സിനിമയെ മോശമായി ബാധിച്ചിട്ടുണ്ടോ? അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ എത്രത്തോളം ഈ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അശ്വന്ത് ഗോക്ക് സിനിമയെ നശിപ്പിക്കുകയാണോ? ഇങ്ങനെയുള്ള പല പല ക്വസ്റ്റ്യൻസും പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ അശ്വന്ത് ഇത് എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചു പോയിരിക്കുന്ന ആളുകളാണ് ഞാനും വിമർശനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ പോലും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഭാര്യയ്ക്കും മക്കൾക്കും പോലും അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്തതിൽ, അതായത് പിള്ളേരുടെ അപ്പൻ, പുള്ളിയുടെ മക്കളിരുന്ന് കാണുമ്പോൾ സ്വന്തം അപ്പനെ ഒരാൾ ചീത്ത പറയുന്നത് കേൾക്കുമ്പോൾ, ചീത്ത പറയാന്ന് പറഞ്ഞാൽ ഒരു ഓമാളിയാക്കി സംസാരിക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ആ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നടൻ അനീഷ് ഗോപാലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സിനിമാ നിരൂപണത്തിൽ കുറച്ചുകൂടെ മയത്തിൽ സംസാരിക്കുന്നത് എപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഉണ്ണി വ്ളോഗിനെ പറ്റി പറയാനാണ്. ഉണ്ണിയുടെ ഒരു സംസാര രീതി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമുക്ക് സിനിമയുടെ പോസിറ്റീവ്സിനെ കുറിച്ച് ആദ്യം സംസാരിക്കാമെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പോസിറ്റീവ് സൈഡ് അദ്ദേഹം പറയും, നെഗറ്റീവ് സൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയും. അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നിരൂപണം എന്ന രീതിയിൽ നല്ലതും ചീത്തയും തരം തിരിച്ചു പറയും. ലെൻസ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു നിരൂപണമാണെങ്കിൽ പോലും അങ്ങനെയാണ്. അതുപോലെ തന്നെ കുറെ പേരുണ്ട് സിനിമ നിരൂപണം ചെയ്യുന്ന. അപ്പൊ അവരുടെയൊക്കെ ഇടയിൽ അങ്ങനെയൊക്കെ ഒരു നല്ലതും ചീത്തയുമായിട്ട് തരംതിരിച്ച് പറയുകയും സിനിമയുടെ കഥ പോരാ എന്നുണ്ടെങ്കിൽ കഥ ഇങ്ങനെ ശരിയായിട്ടില്ല, കഥ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കണ്ടു മറന്നുപോയിട്ടുള്ള അതേ പാറ്റേണിലുള്ള സിനിമയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചിലപ്പോൾ സിനിമയുടെ ഛായാഗ്രഹണത്തെ കുറിച്ചും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കുറിച്ചും എഡിറ്റ്സിനെ കുറിച്ചും അത് ഓരോ ഷോട്ട് ഡിവൈഡ് ചെയ്ത് ഈ ഷോട്ട് ഇങ്ങനെ നന്നായിരുന്നു അല്ലെങ്കിൽ ആ ഷോട്ട്സ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ള നമ്മളെ പ്രേക്ഷകരെ നമുക്ക് പറയാം. നമ്മൾ ഓരോ പ്രേക്ഷകർക്ക് നമുക്ക് അഭിപ്രായമുണ്ട് എന്ന് പറയുന്ന പോലെ നല്ല നല്ല രീതിയിൽ റിവ്യൂ പറയുന്നവരുണ്ട്. പക്ഷെ അശ്വന്ത് എന്ന് പറയുന്ന വ്യക്തി പല സമയങ്ങളിലും കാടടച്ച് വെടിവെക്കുന്ന കാണുന്നത്. കാര്യം പറഞ്ഞാൽ കാണാനും കുറെ ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുമ്പം എന്നാ കീറ കൊടുത്തേക്കുന്ന ആ പടം പൊട്ടിച്ച് കൈ കൊടുക്കുവോ, ആ പ്രൊഡ്യൂസറിനെ കുത്തുവാള എടുപ്പിക്കുവോ എന്നുള്ള രീതിയിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്തായാലും വാട്ട് എവർ മാറ്റേഴ്സ് എന്ന് പറയുന്നത് പോലെ അശ്വന്ത് ഗോക്ക് എന്ത് കുന്തമാണെന്ന് പറഞ്ഞാലും പുള്ളി റിവ്യൂ ചെയ്യും പോകും. ഏതാണെങ്കിലും അശ്വന്ത് കുറച്ചുകൂടെ മയത്തിലൊക്കെ ഈ പറയുന്ന റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഈ വ്യക്തിഹത്യക്കുപരി ആ സിനിമയെക്കുറിച്ച് കൂടുതലായിട്ടും കൂലങ്കഷമായിട്ട് ചിലപ്പം പറയാം. സിനിമയുടെ ഓരോ കാര്യങ്ങളും പുള്ളിക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് പുള്ളിക്ക് തരംതിരിച്ച് അത് നന്നായിരുന്നു അല്ലെങ്കിൽ മോശമായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത്
സിനിമ ചിലപ്പോൾ പടം ചിലത് മോശമാണെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരു അല്പം ജീവനുണ്ടെങ്കിൽ ആ ജീവനെ കുറിച്ച് പറയാം. ഇന്ന ഭാഗത്ത് എനിക്ക് ആ സിനിമയിൽ ഒരു കണ്ടപ്പോൾ ഒരു അല്പം ജീവനുണ്ടെന്ന് തോന്നി, സിനിമയുടെ ഒരു ബാക്കി മോശമായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പറയാം തിരിച്ച്. ഏതായാലും ഇദ്ദേഹം മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല, പറയുന്ന രീതിയിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ എന്തൊക്കെയാണെങ്കിലും അശ്വന്ത് ഗോക്ക് ഒരു മലയാള സിനിമയിലെ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘടകമാണ്. സിനിമ ചില സമയങ്ങളിൽ കാശ് മുടക്കുന്ന പ്രൊഡ്യൂസർ അശ്വന്തിന്റെ റിവ്യൂ മൂലം കുത്തുവാള എടുക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ട് ഉള്ള അറിവ്. അപ്പം എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുകൊണ്ടോ അശ്വന്തിന്റെ സ്റ്റൈല് മാറ്റമൊന്നും തോന്നുന്നില്ല. ആ നടൻ അനീഷ് എന്ന് പറയുന്ന നടൻ സംസാരിക്കുന്ന കേട്ടപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന അശ്വന്തിന്റെ രീതിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഒന്ന് താരതമ്യപ്പെടുത്തി ഒന്ന് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിൽ ഓണക്കാലത്തോടനുബന്ധിച്ച് 3-4 സിനിമകൾ വരുന്നുണ്ട്. 3-4 വെച്ചാൽ ഖലീഫ, ബദ്രഹീം കുടുംബ യൂണിറ്റ്, ഐ എം ഗെയിം, അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും സിനിമ കണ്ടതിന് ശേഷമുള്ള അശ്വന്തിന്റെ നല്ല എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാണാം. നല്ല സിനിമയാണെങ്കിൽ തിയേറ്ററുകളിലേക്ക് ആളുകൾ വരട്ടെ.